Hey YouTube, hi, I am Charlie. ചാർലിയെ പരിചയപ്പെട്ടല്ലോ. ഒരു പരിധിവരെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയത് ഇവൻ കാരണമാണ്. പക്ഷേ ഇവൻ കാരണം ഒരുപാട് പണികൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. 15,000 രൂപ മുടക്കി ഞാൻ ഇവനെ എടുത്തു. ഞാൻ കരുതി യെസ്, ഹൗ ലക്കി ഐ ആം. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ പണി തന്നു തുടങ്ങി. 40,000 രൂപ മുഴുവനായിട്ട് മുടക്കിയതിന് ശേഷമാണ് ഇവൻ പൂർണ്ണമായിട്ട് ഈ ഒരു സ്ഥിതിയിലായത്. ഇവൻ ഇങ്ങനെ ഒരു പുതിയ ജീവിതം കൊടുത്തത് ഞാനാണ്. ഷോപ്പുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവന് വേണ്ടി. പക്ഷേ എനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത് ഇവൻ എനിക്കൊരു സുഹൃത്തും ജ്യേഷ്ഠനും അനുജനും അച്ഛനും ഒക്കെ ആയി മാറിയെന്ന്. ഇവൻ വന്നതിന് ശേഷം ഞാൻ ടോമിനെയൊക്കെ മറന്നേ പോയി. ടോമി 5 മാസത്തിൽ കൂടുതലായി ഷെഡിൽ കയറിയിട്ട്. ടോമി മുഴുവനായിട്ടും പണിയായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇവനും ഞാനും പണിയെടുത്തിട്ട് വേണം അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. ഞാനും ഇവനും കൂടെ സൈലൻ്റ് ആയിട്ട് പുറത്തിൽ ചലിക്കുമ്പോൾ എന്നെ വെറുപ്പിക്കുന്ന കണ്ണാപ്പികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാനും ഇവനും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പോയി പറയാൻ പോകുന്നത് ടോമിയോടെ. ടോമി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. ഒരു സൈഡിൽ നമ്മൾ പൊളിച്ചങ്ങോട്ട് അടുക്കും. സോ അത്തരം വേഷം കെട്ടുകളൊന്നും ഞങ്ങളോട് കാണിക്കാൻ നിൽക്കണ്ട. പറഞ്ഞു വന്നത് എൻ്റെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവന് മാറ്റാൻ സാധിച്ചു. ഇവനും ടോമിയും എൻ്റെ എല്ലാ അപ്സും ഡൗൺസും കണ്ടിട്ടുള്ളവരാണ്. ഇവന്മാർക്ക് മാത്രമേ എൻ്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാവാറുള്ളൂ. എല്ലാ മനുഷ്യർക്കും രാത്രി 2 മണിയാകുമ്പോഴേക്കും മൂഡ് സ്വിങ്സ് തുടങ്ങും. ഞാൻ മാത്രം ഒന്നും ആയില്ല. ഐ എം എ ഫെയിൽഡ് വൺ. നമ്മൾ സ്നേഹിച്ചവരൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഹയർ സ്റ്റഡീസൊക്കെ ഉണ്ടായിട്ടും ഒരിടത്തും എത്താതെ പോയി. മറ്റുള്ളവരെ പോലെ പണം സമ്പാദിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഇവനെ എടുത്തങ്ങ് പുറത്തേക്കിറങ്ങും. കരഞ്ഞു തീർക്കാനുള്ളതല്ല ഈ ജീവിതം, അനുഭവിക്കാനുള്ളത്, അതും വളരെ ഹാപ്പി ആയിട്ട്. ആൻഡ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫ് ഈസ് നോട്ട് എ റേസ്. ഓരോരുത്തർക്കും സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് ടൈമും എല്ലാം വ്യത്യസ്തമായിരിക്കും. ലൈഫിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതല്ല. ഈ പ്രകൃതി നമുക്ക് തന്ന ടാസ്ക് നല്ല ഭംഗിയായി പൂർത്തിയാക്കുക എന്നുള്ളത്. പ്രകൃതി നമ്മളോട് പറയുന്നില്ല നീ വിജയിച്ചു വരണമെന്ന്. വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും യു ഷുഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ഗിവൺ ബൈ മീ എന്നാണ് പ്രകൃതി പറയുന്നത്. ഈ പ്രകൃതി തന്ന ഈ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ബേസിക്കലി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ റോഡുകൾ പോലെയാണ്. കുണ്ടും കുഴിയും കുളവും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ കുറച്ച് നല്ല റോഡുകൾ പോലെ ജീവിതവും വളരെ നല്ലതായി മാറും. വീണ്ടും കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും, അതും നമ്മൾ തരണം ചെയ്യണം. എത് വന്നാലും എതിർത്ത് നിൽക്കണം എന്ന് ദളപതി എണ്ണം പറഞ്ഞിട്ടില്ലേ ആദിയിൽ? അത് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് അത് ജീവിതമാകുന്നത്. ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് നഷ്ടങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതം. ബേസിക്കലി ഈ ജീവിതത്തിന് വലിയ ലക്ഷ്യമൊന്നുമില്ല, ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ദ മെയിൻ തിങ് ഈസ് ദ സർവൈവൽ വിത്തൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ്. വെറുതെ ഓരോന്ന് ചിന്തിച്ചിരിക്കാതെ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കൂ. നമ്മുടെ ചുറ്റിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ചിരിച്ചും സന്തോഷിച്ചും ആഘോഷിച്ചും ഒക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമോ ഇല്ലേന്ന് ആർക്കറിയാം. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഹാവൂ, ഇനി വേണം ഒരു ചായ കുടിക്കാൻ. വെറുതെ നിന്നവളുടെ കണ്ണത് കൊണ്ട്